അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹസമ്പന്നരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതയാത്രയിലുടനീളം കഴിവിന്റെ പരമാവധി അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിതം ക്രമീകരിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ 3-ാം അധ്യായം സൂറത്തു ആലി ഇംറാനിന്റെ 76-ാം വചനത്തിൽ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, തീർച്ചയായും അള്ളാഹു ധർമ്മനിഷ്ഠ പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്ന കാര്യം നമ്മെ ഉണർത്തുന്നു. അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുക എന്നുള്ളത് ഒരു ഇബാദത്താണ്, വിശ്വാസത്തിന്റെ ഉന്നതമായ പദവിയുമാണ്. ജീവിതയാത്രയിൽ റബ്ബിൽ തൃപ്തിയടയാൻ ഒരാൾക്ക് സാധിച്ചാൽ വിശ്വാസത്തിന്റെ മാധുര്യം അതുവഴി അവൻ അനുഭവിച്ചു. അള്ളാഹുവിനെ റബ്ബായും ഇസ്ലാമിനെ മതമായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായും തൃപ്തിപ്പെട്ടവൻ വിശ്വാസത്തിന്റെ മാധുര്യം അനുഭവിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ വിധി എന്തായാലും അതിൽ തൃപ്തിയടയാനുള്ള മാനസികാവസ്ഥയിലേക്ക് വളരുവാൻ ഒരാൾക്ക് സാധിക്കുന്നിടത്താണ് ഒരു മനുഷ്യന്റെ വിജയം. അള്ളാഹുവിന്റെ വിശാലമായ കാരുണ്യത്തിൽ പ്രതിസന്ധികളിൽ പ്രതീക്ഷയർപ്പിക്കുവാൻ ഉയർന്ന ഈമാനുള്ളവന് മാത്രമേ സാധിക്കുകയുള്ളൂ. റബ്ബിന്റെ ഏതു പരീക്ഷണങ്ങളെയും തൃപ്തിയടഞ്ഞ മനസ്സുമായി സമീപിച്ചവരാണ് പ്രവാചകന്മാർ. സക്കരിയ അലൈഹിസ്സലാം സന്താന സൗഭാഗ്യത്തിനായി തേടിയപ്പോൾ വജഅൽഹു റബ്ബി റളിയ, അല്ലാഹുവേ നീ അവനെ നിന്നിൽ റിളയുള്ളവനാക്കി തീർക്കണമേ എന്നതാണ് പ്രധാനമായി തേടിയത്. വിഷമഘട്ടങ്ങളിലും സന്തോഷവേളകളിലും നന്മകൾ തടയപ്പെട്ട ഘട്ടങ്ങളിലും പതറാതെ പിടിച്ചു നിൽക്കുവാനുള്ള കരുത്തും ചങ്കൂറ്റവും സാധ്യമാകണമെങ്കിൽ റബ്ബിൽ സംതൃപ്തമായ ഒരു മനസ്സ് നമുക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കണം. വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും, ജീവിതത്തിൽ നിങ്ങൾ വെറുക്കുന്ന കാര്യം നിങ്ങൾക്ക് നന്മയായിരിക്കും. എല്ലാ നന്മയും നമ്മൾ അള്ളാഹുവിൽ സംതൃപ്തമാവുന്നതിലാണുള്ളത് എന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രസ്താവന ശ്രദ്ധേയമാണ്. ജീവിതത്തിൽ വന്നു ഭവിച്ച സർവ്വ കാര്യങ്ങളും റബ്ബിന്റെ തീരുമാനമാണ്. ലഭിച്ച നന്മകൾ, കിട്ടാതെ പോയ കാര്യങ്ങൾ എല്ലാം റബ്ബിന്റെ വിധി എന്ന് ചിന്തിച്ചാൽ തൃപ്തിയുള്ള ജീവിതം നയിക്കുവാൻ മനുഷ്യന് സാധിക്കും. റബ്ബിന്റെ വിധിയിൽ ക്ഷമ കൈക്കൊള്ളുന്നത് പുണ്യവും അതിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് കുറ്റവുമായി തീരുമെന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു ഉണർത്തിയിട്ടുണ്ട്. നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയ, നാമാണ് ഐഹിക ജീവിതത്തിൽ അവർക്കിടയിൽ അവരുടെ ജീവിത മാർഗം പങ്കുവെച്ചു കൊടുത്തത്. നമ്മുടെ ജീവിതാഭിവൃദ്ധിയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ നമ്മെ ബാധിക്കരുത്. കാരണം നമ്മുടെ റിസ്ക് റബ്ബ് കണക്കാക്കി വെച്ചിട്ടുണ്ട്. ദുഃഖത്തിന്റെ തടവറയിൽ ശ്വാസം മുട്ടി വിശ്വാസി ജീവിക്കരുത്. ഭാവിയെക്കുറിച്ച് അമിതമായി ചിന്തിച്ച് വിഷമിച്ചിരിക്കുക എന്നതും വിശ്വാസിക്ക് ചേർന്നതല്ല. നമ്മെക്കാൾ സാമ്പത്തികമായി ഉയർന്ന് പറക്കുന്നവരിലേക്ക് നോക്കി വിഷമിച്ചു ജീവിക്കുവാൻ വിശ്വാസിക്ക് പാടില്ല. നിങ്ങൾ നിങ്ങളെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കുക, ഉയർന്നവരിലേക്ക് നോക്കരുത് എന്ന പ്രവാചക വചനം ജീവിതത്തിന്റെ ഒരു വഴിവിളക്കായി ജ്വലിച്ചു നിൽക്കണം. മൻ റളിയ ബിമാ ഖസമല്ലാഹു ലഹു ബാറകല്ലാഹു ലഹു ഫീഹി, അല്ലാഹു നൽകിയതിൽ ഒരാൾ തൃപ്തിപ്പെട്ടാൽ അല്ലാഹു അതിൽ അവന് അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. പ്രഭാതത്തിൽ ഒരാൾ റളിയതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ എന്ന് പ്രാർത്ഥിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതുവരെ അവന്റെ കൈ ഞാൻ പിടിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. റബ്ബിന്റെ വിധിയിൽ നാം സംതൃപ്തരാവുക, നാം തൃപ്തരാവുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാ ബഅദൽ ഖളാ, നീ എന്ത് വിധിച്ചാലും അതിൽ റിള ഉള്ളവരാകുവാൻ ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഇത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയായിരുന്നു. ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും സംതൃപ്തിയോടുകൂടി നിലനിൽക്കുവാൻ നാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.